സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയെ ഫോണിൽ വിളിച്ച് നീ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും ദേവൻ്റെ കാര്യം ഇപ്പോഴും വലിയ മാറ്റമില്ലാതെ തന്നെ തുടരുവാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മ എങ്ങനെയെങ്കിലും രാധികയോട് തിരികെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുവാണ്ടോ. അതെല്ലാം കേട്ടിട്ട് പ്രിയങ്ക കുറഞ്ഞ് ദേഷ്യം കയറുവാണ്. എനിക്കിവിടെ ഒന്നാമത്തെ സമാധാനമില്ല. ഭരണാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും രാധികയെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് പോയിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ കാര്യങ്ങളും കൂടി തലയിലെടുത്ത് വെക്കാൻ എന്നെ കൊണ്ട് വഴിയാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒരു കാരണവശാലും വരുൺ രാധികയെ കണ്ടെത്താൻ പാടില്ല. നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വരുണിനെ എത്രയും വേഗം ഇവിടെ തിരികെ എത്തിക്കണം. അതിനുള്ള കാര്യങ്ങൾ നീ ആലോചിക്കും. പിന്നീട് കാണിക്കുന്നത് ബോധമില്ലാതെ ICUയിൽ കിടക്കുന്ന ദേവനെയാണ് കേട്ടോ. ഈ സമയം ദേവൻ്റെ അവസ്ഥ വീണ്ടും മോശമാകുവാണ്. അങ്ങനെ യശോദയും മുത്തശ്ശിയൊക്കെ ഡോക്ടറിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, ദേവൻ്റെ മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങളുണ്ടാവണം. അങ്ങനെയുള്ള ആളുകൾ വേണം ദേവൻ്റെ അരികിൽ നിൽക്കാൻ. അന്നേരം യശോദ പറയുന്നുണ്ട്, ദേവട്ടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, ഞങ്ങളുടെ മോള്. അവൾ വന്നാൽ ദേവട്ടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഡോക്ടർ? അങ്ങനെ യശോദയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും ഡോക്ടർ പറയണേ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ കുട്ടിയല്ലേ വരേണ്ടത്. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേവന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഡോക്ടറിൽ നിന്നും ആ വാക്ക് കേൾക്കുന്നതും രാധികയെ വിളിക്കണമെന്ന് പറഞ്ഞ് യശോദ വീണ്ടും മുത്തശ്ശിയോട് വഴക്കിടുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ ഒട്ടും തന്നെ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ വാക്ക് ധിക്കരിച്ചാണെങ്കിലും രാധിക മോൾ ഇവിടെ എത്തിക്കണമെന്ന് യശോദ തീരുമാനിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികക്കൊപ്പം ആശ്രമത്തിൽ നിൽക്കാനായിട്ട് ആശ്രമത്തിലെ ജോലിക്കാരൻ്റെ വേഷം അണിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വരുണിനെയാണ്. വരുൺ അങ്ങനെ അവിടെയുള്ള ഒരു ചേട്ടനെ കണ്ട് എന്തെങ്കിലും ഇവിടെ ജോലിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ചേട്ടൻ വരുണിനെയും കുട്ടി നേരെ സ്വാമിയുടെ അരികിലെത്തുവാണ്. അങ്ങനെ ആ ചേട്ടൻ സ്വാമിയോട് പറയണേ, ഇവിടെ ജോലി വല്ലതുണ്ടോ എന്ന് അന്വേഷിച്ച് വന്ന ആളാണ്. നമുക്കിപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ പ്ലംബറിൻ്റെ ഒരു വേക്കൻസി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്വാമിയോട് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അന്നേരം സ്വാമി വരുണിനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ, ജോലിയിലെ വൈദഗ്ധ്യവും ജോലി ചെയ്യാനുള്ള മനസ്സുമാണ് ആവശ്യം. ഇവിടെ ഇലക്ട്രീഷ്യൻ്റെയും പ്ലംബറിൻ്റെ ഒരു വേക്കൻസി ഉള്ളത്. ഇയാൾക്ക് അത്തരത്തിലുള്ള ജോലികളൊക്കെ അറിയാമോ? എനിക്ക് നല്ലപോലെ അറിയാം. എന്നാലും ചുമ്മാ എടുക്കാൻ പറ്റില്ലല്ലോ. ഇയാളുടെ വർക്കിലുള്ള കഴിവ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ പൂജാമുറിയിലെ ആ ലൈറ്റ് പോയി കിടക്കുമല്ലേ, ഇയാൾ ആദ്യം തന്നെ അതൊന്ന് ശരിയാക്കി കാണിക്കും. അതിനുശേഷം എന്താ തീരുമാനം എന്ന് പറയാം. അങ്ങനെ വരുണിനെയും കൂട്ടി ആ ചേട്ടൻ നേരെ പൂജാമുറിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടുത്തെ ലൈറ്റൊക്കെ പോയി കിടക്കുവാണെന്നും അത് ഇത്രയും വേഗം ശരിയാക്കാനും വരുണിനോട് പറയുവാണ്. വരുണാണെങ്കിൽ അവിടെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയണേ, ഇതൊക്കെ ഞാനിങ്ങനെ ശരിയാക്കാനാ, എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ആകെ പെട്ടല്ലോ. എന്താണെങ്കിലും എൻ്റെ പെണ്ണിനെ ഇവിടെ നിന്ന് പൊക്കാനായിട്ട് ഞാനിതൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഭഗവാനെ, നീയും കൂടി എൻ്റെ കൂടെ തന്നെ അങ്ങ് നിൽക്കണേ. അങ്ങനെ വരുണോട് ഭഗവാനോട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടോ രാധികയും അവിടുത്തെ ചേച്ചിയും കൂടി അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് വരുൺ കാണുന്നത്. അങ്ങനെ തൽക്കാലം രാധികയുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് വരുണോടെ കർട്ടൻ്റെ ഇടയിൽ പോയി മറിഞ്ഞു നിൽക്കുവാണ്. ഈ സമയം രാധികയും കൂട്ടി ആ ചേച്ചി അവിടെ എത്തുവാണ്. അങ്ങനെ അവിടെ എത്തുന്ന രാധിക ഭഗവാന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം വരുണാണെങ്കിൽ അവിടെയുള്ള സ്വിച്ചിലൊക്കെ എന്തൊക്കെയോ ചെയ്യുവാണ്. അങ്ങനെ അവസാനം ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടായിരിക്കും സ്വാമിജിയും ആ ചേട്ടനും അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ കത്തിയത് കാണുന്നത് സ്വാമിജിക്കും വരുണിന് ഇഷ്ടമാകുവാണ്. സ്വാമിജി അവിടുത്തെ ആളോട് പറയണേ, എന്താണെങ്കിലും ഇയാളുടെ പേരും അഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു വെച്ചോളും. തൽക്കാലം ഇയാൾ ഇവിടെ തുടരട്ടെ. സ്വാമിയുടെ വാക്കുകൾ കേൾക്കുന്നതും സന്തോഷത്തോടെ നിൽക്കുന്ന വരുണിനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്